ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ നാളത്തെ ഇവർ വിവാഹിതരായതിൻ്റെ സൂപ്പർ ഹിറ്റ് വിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മുടെ ഭൂമി ആരാണെന്നുള്ളൊരു കാര്യം ആ ഗുണ്ട കണ്ടെത്തി. അതിനുശേഷം ആ ഗുണ്ട നേരെ ഭവാനിയെ വിളിച്ച് കാര്യങ്ങൾ പറയുകയാണ്. മേഡം തിരക്കി നടന്ന ആ പെൺകുട്ടി അതുതന്നെയാണ്. അവളെ ഞാൻ കണ്ടെത്തി മേഡം. അവളുടെ തോളിൽ അതേ മറുകുണ്ട്, മേഡം പറഞ്ഞ അതേ അടയാളമുണ്ട്. അപ്പോൾ അത് അച്യുതൻ്റെ മകളല്ല മേഡം. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും ഭവാനിക്കാണെങ്കിൽ ആകെ ടെൻഷനും കൂടി വരികയാണ്. ഓഹോ, അപ്പം അത് ശരി. അപ്പോൾ 10-23 വർഷം മുമ്പ് ഞാൻ അയാളുടെ കയ്യിൽ കൊല്ലാൻ ഏൽപ്പിച്ച ആ പെൺകുട്ടി അവൾ തന്നെയാണല്ലേ? എങ്കിൽ താനൊരു കാര്യം ചെയ്തേക്കടോ, താനേ അയാളെയും കൊന്നേക്ക് അവളെയും കൊന്നേക്ക്. ഇനി രണ്ടെണ്ണം ജീവനോടെ വേണ്ട എന്നും പറയാം. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും ശരി മേഡം പറഞ്ഞതുപോലെ തന്നെ ഞങ്ങൾ ചെയ്തോളാം. അതിന് എനിക്ക് യാതൊരു മടിയില്ല. അവർ രണ്ടുപേരെയും തീർക്കാനായിട്ട് എനിക്ക് നിസ്സാരം മാത്രം എന്നും പറഞ്ഞുകൊണ്ട് ഫോൺ വയ്ക്കാം. പക്ഷേ ഭവാനിയാണെങ്കിൽ ഭൂമിയെക്കുറിച്ച് തന്നെ ആലോചിക്കണം. അപ്പോൾ അച്യുതൻ അവൻ എന്നെ ചതിച്ചു അല്ലേ? അപ്പോൾ കള്ളം പറഞ്ഞ് അയാൾ ഒളിച്ചൊളിച്ച് നടക്കായിരുന്നു. വെറുതെ അല്ല, എന്നെ കണ്ടു കഴിഞ്ഞപ്പോഴേക്കും അയാൾ ഓടി ഒളിക്കാനായിട്ട് ശ്രമിച്ചത്. അവനെ ഞാൻ വെറുതെ വിടില്ല. എടാ, ഇനി നീയുമില്ല നിൻ്റെ മകളുമില്ല. ഞാൻ കൊല്ലാൻ ഏൽപ്പിച്ചിട്ട് എനിക്കിട്ട് തന്നെ പാര വെച്ചു നീ അല്ലേ? ഇനി നീ ജീവനോടെ ഇരുന്ന് കഴിഞ്ഞാലേ സൗഭാഗ്യപുരത്ത് വന്ന് നീ സത്യങ്ങളെല്ലാം തുറന്നു പറയുമെന്ന് എനിക്കറിയാം. അതുകൊണ്ട് ഇനി നീ ജീവിച്ചിരുന്നിട്ട് കാര്യമില്ല അച്യുത, നിന്റെ അന്ത്യം ഞാൻ കുറിച്ചു എന്ന് ഇങ്ങനെ മനസ്സിൽ ചിന്തിക്കുകയാണ്. ഈ സമയം തന്നെ ഈ നമ്മുടെ അഞ്ജനയാണെങ്കിൽ ഭവാനിയുടെ അടുത്ത് വരികയാണ്. അമ്മേ, എന്തു പറഞ്ഞിട്ട് ഒരു കാര്യമില്ല കേട്ടോ. ആ അജയ്ക്കില്ലേ, അജയ്ക്ക് അവളെ തന്നെ ഇഷ്ടം, ആ ഭൂമിയെ. എന്നെ തീരെ ഇഷ്ടമില്ലാത്തൊരു കാര്യമാണ്. പിന്നെ ഞാൻ എന്ത് ചെയ്യും എന്നിങ്ങനെ ചോദിക്കുകയാണ്. മോളെ, അവൻ ഇഷ്ടപ്പെടാതിരിക്കുക എന്ത് വേണമെങ്കിലും ചെയ്തോട്ടെ. നിനക്കും അവനെ വലിയ താല്പര്യമൊന്നും ഇല്ലല്ലോ. പക്ഷേ മറ്റൊരു കാര്യമുണ്ട്, നമുക്ക് നോട്ടം ഇതിൻ്റെ സ്വത്തിനോടാണ്. ആ സ്വത്തുക്കളെല്ലാം നമ്മളുടെ കൈ കിട്ടണമെങ്കിൽ അജയ്യെ തന്നെ കല്യാണം കഴിക്കണം. അല്ലെങ്കിൽ ഇതിന് എന്തെങ്കിലും എതിർപ്പ് മോള് കാണിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മുത്തശ്ശി ഒരു തരി സ്വത്ത് പോലും നമുക്കോ നിനക്കോ തരില്ല. നമ്മൾ രണ്ടുപേരെയും അടിച്ചുവിടുന്ന് പുറത്താക്കും. അപ്പം അത് വേണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു കാര്യം ചെയ്തേ മതിയാവുള്ളൂ എന്നൊക്കെ പറയണം. അതെനിക്കറിയാമേ. അല്ലെങ്കിൽ സ്വത്ത് കിട്ടാൻ വേണ്ടിയാണല്ലോ. അല്ലെങ്കിൽ അജയെ പോലെ അവനെ പോലെ ഒരാളെ ആർക്ക് വേണം? തൻ്റെ ഇടവില്ല ഒന്നുമില്ലാത്ത ഒരാളെ ആർക്കെങ്കിലും വേണം? എൻ്റെ കാഴ്ചപ്പാടിൽ അവൻ പൂജ്യമാണ് എന്നൊക്കെ അഞ്ജന പറയാണ്. അപ്പോൾ അവൻ്റെ മനസ്സ് എങ്ങനെയെങ്കിലും മാറ്റിയെടുക്കാനായിട്ട് മോൾ നോക്ക് എന്നും അവിടെ സംസാരിക്കുകയാണ്. ഈ സമയം തന്നെ ഗുണ്ടയാണെങ്കിൽ ഈ ഭൂമിയുടെയും അച്ഛൻ്റെ പിന്നാലെ നടക്കുക. അപ്പോൾ അവർ രണ്ടുപേരും കൂടി രാത്രി കറക്കമെല്ലാം കഴിഞ്ഞിട്ട്, പക്ഷെ അവരെ പിടിക്കാൻ പോലും പറ്റിയില്ല. ഗുണ്ട അങ്ങനെ പോയെങ്കിലും എസ്കേപ്പായി പോവാണ്. അവർ നേരെ വീട്ടിലെത്തുക. അപ്പോൾ വീട്ടിലെത്തി കഴിഞ്ഞപ്പോഴേക്കും അമ്മ ചോദിക്കുകയാണ്, ഇതെന്താ ഇത്ര നേരമോ ഇത്? നിങ്ങളിത് എവിടെ പോയിരിക്കുമായിരുന്നു രാത്രി വരെ? അതേ, ഞങ്ങൾ കറങ്ങാൻ വേണ്ടി പോയതല്ലേ അമ്മേ. അമ്മക്ക് കുശുമ്പാണെന്നൊക്കെ എനിക്ക് നന്നായിട്ട് തന്നെ അറിയാം. പക്ഷേ എൻ്റെ അച്ഛന് വേണ്ടതെല്ലാം ഞാൻ മേടിച്ചു കൊടുത്തിട്ടുണ്ട്. ഞങ്ങളെ ആസ്വദിച്ച് നന്നായിട്ട് തന്നെയാണ് നിന്നത്. ഇനി ഇതിൽ കൂടുതലൊന്നും എനിക്ക് പറയാനില്ല അമ്മേ എന്നൊക്കെ ഇങ്ങനെ അമ്മയോട് പറയുകയാണ്. അച്ഛനും മോളൊക്കെ കൂടി കറങ്ങി നടന്നു. പക്ഷേ അമ്മ ഇവിടെ ഒറ്റക്കാണെന്നുള്ള കാര്യം രണ്ടുപേരും ചിന്തിച്ചില്ലല്ലോ. നിങ്ങൾ ചിന്തിക്കില്ല, അതാണ് എന്നും പറഞ്ഞുകൊണ്ട് ഇനിയിപ്പോൾ അമ്മയുടെ പിണക്കം മാറ്റണമല്ലോ എന്നും പറഞ്ഞുകൊണ്ട് ഒരു പിണക്കമെല്ലാം മാറ്റാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ പിറ്റേ ദിവസം രാവിലെ ആക്കിയാണ്. പിറ്റേ ദിവസം രാവിലെ ആയി കഴിഞ്ഞപ്പോഴേക്കും ഈ അഞ്ജന നേരെ സ്റ്റേഷനിലേക്ക് കയറി ചെല്ലുക. സ്റ്റേഷനിലേക്ക് കയറി ചെന്നിട്ട്, എനിക്ക് എസ് ഐ സാറെ കാണുമെന്ന് പറയണം. നിങ്ങൾ ആരാണ്? ആരാണെന്ന് പറഞ്ഞാൽ മാത്രമേ കയറ്റി വിട്ടോളൂ. ഞാനേ SI സാറെ കെട്ടാൻ പോകുന്ന പെണ്ണാണ്. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും ഇവർ ശരി മേഡം, സാറ് അകത്തുണ്ടെന്ന് പറഞ്ഞുകൊണ്ട് കയറ്റി വിടുകയാണ്. കേബിനിലേക്ക് കയറി വന്നു കഴിഞ്ഞപ്പോഴേക്കും അജയ്ക്കാണെങ്കിൽ കലി വരികയാണ്. അഞ്ജന, നീ എന്തിനിപ്പോൾ ഇങ്ങോട്ട് വന്നതെന്ന് ചോദിക്കണം. അത് ശരി, എന്നെ കെട്ടാൻ പോകുന്ന ചെറുക്കൻ എനിക്ക് കാണണമെന്ന് തോന്നി, അതുകൊണ്ട് ഞാൻ ഓടി വന്നു. എന്താ അതിലിപ്പോൾ ഇത്ര തെറ്റെന്താണ്? തെറ്റാണ്. ഞാനിവിടെ ഓരോ കാര്യങ്ങളും ചെയ്തുകൊണ്ടിരിക്കുക. ആ സമയത്ത് ഓരോ കാര്യങ്ങളും പറഞ്ഞുകൊണ്ട് ഇങ്ങോട്ട് വരാൻ നിൽക്കരുത്. വീട്ടിൽ നിന്ന് സംസാരിക്കാമല്ലോ. നിന്നോട് പല പ്രാവശ്യം പറഞ്ഞാണ് ഈ കല്യാണത്തിനോടൊന്നും എനിക്ക് താല്പര്യമില്ലായെന്ന്. എന്നിട്ട് മുത്തശ്ശിയുടെ മുന്നിൽ നീ എന്തിനാ അങ്ങനെ ഒരു കള്ളത്തരം പറഞ്ഞു കൂട്ടിയത്? എനിക്കതൊക്കെ കേൾക്കുമ്പോൾ അരിശുവാണെന്നും പറയാണ്. അജയെ കല്യാണം കഴിക്കാനുള്ള ആഗ്രഹം കൊണ്ടല്ലേ? അജയ് എനിക്ക് അത്രയ്ക്ക് ഇഷ്ടമല്ലേ? അപ്പോൾ പിന്നെ അജയല്ലേ
കല്യാണം കഴിക്കേണ്ടെന്നൊക്കെ പറഞ്ഞപ്പോഴേക്കും ഞാൻ പറഞ്ഞാണല്ലോ എൻ്റെ മനസ്സിലുള്ള പെണ്ണ് ആരാണെന്ന്. ആ പിന്നെ എന്തിനാ എൻ്റെ പിന്നാലെ തന്നെ നടക്കുന്നത് എന്നിങ്ങനെ ചോദിക്കുകയാണ്. അപ്പോൾ ദേ ഭൂമി ചായയായിട്ട് വരികയാണ്. അപ്പോൾ ചായയായിട്ട് നേരെ ക്യാബിലേക്ക് കയറി കഴിഞ്ഞപ്പോഴേക്കും ഇന്ന് ചായ എന്നും പറഞ്ഞുകൊണ്ട് കൊടുക്കുകയാണ് നമ്മുടെ ഭൂമി SI സാറിന്. അപ്പോൾ ചായ ഇങ്ങനെ കൊടുത്തു കഴിഞ്ഞപ്പോഴേക്കും ആഹാ മേഡം ഉണ്ടായിരുന്നു ഇവിടെ, മേഡത്തിനും ചായ എടുക്കട്ടെ, നല്ല അസല് ചായയാണ്. അപ്പോൾ അജയ് ഈ ചായ എടുത്ത് കുടിക്കാൻ പോകുന്ന ആ സമയത്ത് ഈ അഞ്ജന വന്ന് ആ ചായ തട്ടി അങ്ങോട്ട് തെറിപ്പിക്കുകയാണ്. അത് ഭൂമിക്ക് ഭയങ്കര ഒരു സങ്കടമായി. അജയ് ഇങ്ങനെ ചോദിക്കണം, എന്താ അഞ്ജന ഈ കാണിച്ചതെന്ന് ചോദിക്കണം. ദേ ഇത്തരത്തിലുള്ള 3rd ക്ലാസ് ചായ ഒന്നും കുടിക്കാനായിട്ട് പാടില്ല അജയ്. ഏതൊക്കെ രീതിയിലാണ് ഇവർ ചായ ഉണ്ടാക്കുന്നതെന്ന് ആർക്കറിയാം. ഈ വഴിയോരത്ത് കിടക്കുന്നവരെ പോലെയല്ലേ ഇവരും, നമ്മൾക്കൊന്നതും ചേരാത്ത കാര്യമാണ് അജയ് എന്നും പറഞ്ഞുകൊണ്ട് ഭൂമിയെ ഇൻസൾട്ട് ചെയ്യുന്ന രീതിയിൽ മുഴുവനോട് സംസാരിക്കണം. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും ദേ മേഡം സൂക്ഷിച്ച് സംസാരിക്കണം. ഞങ്ങൾ കുറേ നാളായി ഇവിടെ സ്റ്റേഷനിൽ ചായ കൊടുക്കാൻ തുടങ്ങിയിട്ട് ഇതുവരെ ആർക്കും ഒരു കുഴപ്പവും സംഭവിച്ചിട്ടില്ല. നല്ല രീതിയിലും വൃത്തിയുള്ളതുമായ ചായ തന്നെയാണ് ഞാനിവിടെ കൊടുക്കുന്നത്. മേഡം ഒന്ന് കുടിച്ചു നോക്ക്, അപ്പം അറിയാം. പിന്നെ നിൻ്റെയൊക്കെ ചായ ആർക്ക് വേണോടി എന്നിങ്ങനെ ചോദിക്കുമ്പോൾ അജയ് പറയാണ്, അതെ ഭൂമി ഒന്ന് പുറത്തേക്ക് വരാം, അഞ്ജന 1 മിനിറ്റ് കേട്ടോ, ഞങ്ങളൊന്ന് സംസാരിച്ചിട്ട് വരാം എന്ന് പറഞ്ഞുകൊണ്ട് അപ്പോഴേക്കും ഈ അഞ്ജന വീണ്ടും ഈ ഭൂമിയെക്കുറിച്ചുള്ള അനാവശ്യമായ കാര്യങ്ങളെല്ലാം പറയുകയാണ്. ദേ അന്ന് ആ വീട്ടിൽ വെച്ച് എൻ്റെ കൈ കൊണ്ടൊന്ന് കിട്ടിയ കാര്യം ഇതുവരെ മറന്നിട്ടില്ലല്ലോ, അതിൻ്റെ ചൂട് ഇത്ര പെട്ടെന്ന് പോയോ? എന്താ ഞാൻ ഇവിടെ വെച്ച് ഒന്നും കൂടി തരണോ? നാണം കെടുവേ, നാണം കെടണ്ടെങ്കിൽ എൻ്റെ മുന്നിൽ നിന്ന് പോയിക്കോ, എന്നെ സാറ് വിളിച്ചിട്ടുണ്ട്, ഞാനൊന്ന് പോയി കണ്ടിട്ട് വരട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് അപ്പോൾ ഭൂമിയോട് ചില കാര്യങ്ങളെല്ലാം അജയ് അവിടെ പറയുകയാണ്. അപ്പോൾ ഇതൊക്കെ പറഞ്ഞപ്പോൾ ശരി ഞാൻ ഓക്കെ എന്ന് പറഞ്ഞുകൊണ്ട് നേരെ അകത്തേക്ക് കയറി വരികയാണ്. അപ്പോൾ ഭൂമി നേരെ ഈ അഞ്ജൻ്റെ അടുത്തേക്ക് കയറി ചെന്നിട്ട്, അതേ എനിക്കൊരു കാര്യം പറയാനുണ്ട്. എന്തിനാണ് അജയെ കാണാൻ വേണ്ടി ഇങ്ങനെ എപ്പോഴെപ്പോഴും ഇങ്ങോട്ട് വരുന്നത്? അതൊന്നും എനിക്ക് തീരെ ഇഷ്ടമില്ലാത്ത കാര്യമാണ് കേട്ടോ. ഇത് കഴിഞ്ഞപ്പോഴേക്ക് നീ ആരടി അത് പറയാനായിട്ട്? ഞാനേ അജയെ കല്യാണം കഴിക്കാൻ പോകുന്ന പെണ്ണാണ്, നീ എന്തിനാ അതിൽ കയറി ഇടപെടുന്നത്? അജയെ കല്യാണം കഴിക്കാൻ വന്ന പെണ്ണ് നീയോ? അപ്പം ഞാനാരാ? ഞാനും അജയെ അഫെയറിലാണ്, അത് നിനക്കറിയില്ലേ? അജയെ അവൻ എൻ്റെ ചെറുക്കനാ, എൻ്റെ കഴുത്തിലേ അവൻ താലി കെട്ടുള്ളൂ. ഞങ്ങൾ തമ്മിൽ കുറേ നാളുകളായി പ്രണയം തുടങ്ങിയിട്ട് അതിനിടയിലേക്ക് നീ കയറി വന്നു കഴിഞ്ഞാൽ ഞാൻ എന്നെ വിട്ടുതരുമെന്ന് തോന്നുന്നുണ്ടോ? ഈ അജയ്ക്കൊരു പെണ്ണുണ്ടെങ്കിലേ അത് ഭൂമി മാത്രമായിരിക്കും, അല്ലാതെ അഞ്ജനയല്ല. പറഞ്ഞ മനസ്സിലായോ എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ ഭൂമി അത്യുഗ്രൻ പ്രകടനവും നടത്തിയിട്ട് അവിടെ നിന്ന് പോവുകയാണ്. അഞ്ജനയ്ക്ക് വലിയൊരു തിരിച്ചടി കിട്ടിയതുപോലെ ആയിപ്പോയി. അവിടെ എന്ത് ചെയ്യണമെന്ന് അറിയാൻ പാടാത്തൊരവസ്ഥ. ഇവളെ വെറുതെ വിടാൻ പാടില്ലല്ലോ എന്നൊക്കെ വിചാരിച്ചുകൊണ്ട് അഞ്ജന നേരെ വീട്ടിലേക്ക് പാഞ്ഞു ചെല്ലുകയാണ്. അമ്മയോട് കാര്യങ്ങളെല്ലാം പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും അമ്മ പറയാം, അവള് വരട്ടെ, അവൾക്കുള്ള പണി ഞാൻ കൊടുക്കും. അച്യുതൻ്റെ മോളല്ലേ അവൾക്കിട്ട് കൊടുക്കാനുള്ള പണിയൊക്കെ എൻ്റെ കയ്യിലുണ്ട് മോളെ. നിൻ്റെ നിശ്ചയം നടക്കുമെന്ന് പറഞ്ഞാൽ അത് നടന്നിരിക്കുമെന്നും പറയുക. അപ്പോൾ ഇനി എന്തൊക്കെയായിരിക്കും സംഭവിക്കാനായിട്ട് പോകുന്നത്? ഇത് അജയുടെയും ഭൂമിയുടെയും ഒരു എഗ്രിമെൻ്റ് കല്യാണമായിരിക്കും അങ്ങനെ നടക്കുന്നുണ്ടെങ്കിൽ. പക്ഷേ അജയുടെ മുറപ്പെണ്ണ് യഥാർത്ഥത്തിൽ അജയ് സ്നേഹിത്ത ആ പെണ്ണ് എവിടെ പോയി എന്നൊക്കെ അറിയാനായിട്ട് ഇനിയുള്ള എപ്പിസോഡ് എല്ലാവരും കാണണേ. എല്ലാവർക്കും നല്ലൊരു ശുഭരാത്രി ആശംസിച്ചുകൊണ്ട് നമസ്കാരം. താങ്ക് യു. സീ യു. ബൈ ബൈ.